നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ 8ാമത്തെ ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ക്ലാസ് ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. കഴിഞ്ഞ 7 ചാപ്റ്ററുകളുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത്: ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കറൻറ്റ് ദാറ്റ് അറൈസസ് ഡ്യൂ ടു എ ചേഞ്ചിങ് ഇലക്ട്രിക് ഫ്ലക്സ്. അതായത് ഇലക്ട്രിക് ഫ്ലക്സിലുള്ള വേരിയേഷൻ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. സാധാരണ നമുക്കറിയാം കറൻറ്റ് ഇസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ചാർജസ്. അങ്ങനെയുള്ള കറൻറ്റ് കണ്ടക്ഷൻ കറൻറ്റ് എന്നാണ് അറിയപ്പെടുക. ഇഫ് ഇറ്റ് ഈസ് ഡ്യൂ ടു എ ചേഞ്ചിങ് ഇലക്ട്രിക് ഫ്ലക്സ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് എന്ന് പറയുക. ID കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുക. മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് റിട്ടൺ ആസ് ID ഈക്വൽ ടു epsilon 0 d phi e divided by dt. ID displacement current ആണ്. epsilon 0 absolute permittivity, phi e denotes the electric flux. So d phi e by dt means the rate of change of electric flux. അപ്പോൾ displacement current is proportional to rate of change of electric flux എന്ന് പറയാം. This current is also known as മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. മാക്സ്വെൽ ആണ് ഈ ഒരു കറൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ആംപിയർ സർക്യൂട്ടൽ ലോ ഇസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl ഈക്വൽ ടു μ0 I. But Maxwell showed that not only the current due to the moving charges produce magnetic field, but also time rate of change of electric field that also produces a current. അതായത് ചാർജസിൻ്റെ ഫ്ലോ കൊണ്ട് മാത്രമല്ല കറണ്ട് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടും കൂടി ഉണ്ടാകുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡിലുള്ള വേരിയേഷൻ കൊണ്ടും കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇതാണ് മാക്സ്വെൽ പറഞ്ഞത്. അങ്ങനെ മാക്സ്വെൽ മോഡിഫൈ ചെയ്തു കറണ്ടിനുള്ള ഇക്വേഷൻ I ഈക്വൽ ടു IC പ്ലസ് ID. IC സാധാരണ നമ്മൾ പറയുന്ന കണ്ടക്ഷൻ കറൻറ്റാണ്, പ്ലസ് ID ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. സോ ദ ടോട്ടൽ കറൻറ്റ് ബിക്കംസ് I ഈക്വൽ ടു IC പ്ലസ് epsilon 0 d phi e divided by dt. IC കണ്ടക്ഷൻ കറൻറ്റാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റാണ് epsilon 0 d phi e by dt. ഇതാണ് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ടോട്ടൽ കറൻറ്റ്. ഈ ടോട്ടൽ കറൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് മാക്സ്വെൽ പറഞ്ഞത്. അങ്ങനെ മാക്സ്വെൽ മോഡിഫൈഡ് ആംപിയർ സർക്യൂട്ടൽ ലോ ആസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl ഈക്വൽ ടു μ0 I. ഐക്ക് പകരം IC പ്ലസ് ID നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം μ0 IC പ്ലസ് μ0 IDക്ക് പകരം epsilon 0 d phi e ഡിവൈഡഡ് ബൈ dt. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ആംപിയർ മാക്സ്വെൽ ലോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആംപിയർ സർക്യൂട്ടൽ ലോ ഇസ് മോഡിഫൈഡ് നൗ ടു ഗെറ്റ് ആംപിയർ മാക്സ്വെൽ ലോ. കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ച വിവിധ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട 4 ഇക്വേഷൻസാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഫസ്റ്റ് വൺ, ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമുക്കറിയാം ഇക്വേഷൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds ഈക്വൽ ടു Q by epsilon 0. This is Maxwell's first equation. Second one, Gauss's law in magnetism. Equation closed integral B.ds equal to 0. ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്നറിയപ്പെടുന്നത്. തേർഡ് ലോ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇക്വേഷൻ E ഈക്വൽ ടു മൈനസ്
d phi b divided by dt. Phi b denotes magnetic flux. E is the induced EMF. Then fourth equation നമ്മളിപ്പോൾ പഠിച്ചതാണ് മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉൾപ്പെടുന്നത്, അതായത് ആംപിയർ മാക്സ്വെൽ സർക്യൂട്ടൽ ലോ, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു ഐ പ്ലസ് എപ്സിലൺ സീറോ ഡി ഫൈ ഇ ഡിവൈഡഡ് ബൈ ഡി ടി. ഈ 4 ഇക്വേഷൻസാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്നറിയപ്പെടുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസാണത്. ഇനി എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് perpendicular to each other and also perpendicular to the direction of propagation. അതായത് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമാണ് ഉണ്ടാവുക. ആ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും, കൂടാതെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേറ്റഡ് ചാർജസ് ഓർ ഓസിലേറ്റഡ് ചാർജസ് പ്രൊഡ്യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ആക്സിലറേറ്റ് ചെയ്ത ചാർജസ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജസ് ആണ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. The diagram shows electromagnetic waves propagating along z direction. നോക്കൂ, എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ, എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ്, വൈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ബി, ആൻഡ് ദ വേവ് ഇസ് മൂവിങ് അലോങ് സെഡ് ഡയറക്ഷൻ. അപ്പോൾ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എക്സും വൈയും ഡയറക്ഷനിലാണ്, and the wave is propagating along z direction. So electric field and magnetic field perpendicular to each other and perpendicular to the direction of propagation. Time varying electric field can be represented as Ex equal to E0 sin kz minus omega t. Ex means electric field along x direction, E0 the peak value, k wave number, z represents it as moving along z direction, omega angular velocity. Similarly, the magnetic field can be represented as By equal to B0 sin kz minus omega t. By again represents magnetic field along y direction. B0 the peak value of magnetic field. ഈ ഒരു ഇക്വേഷൻ്റെ ഫോം കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ് വേവ്സിൽ, അതേ ഫോം തന്നെയാണ്. ഇതിൽ k എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ 2π/λ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ Ex ആൻഡ് By ബോത്ത് റെപ്രസെൻറ്റ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തതായി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൺസിസ്റ്റ് ഓഫ് ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. Then electric field and magnetic field are perpendicular to each other and also perpendicular to the direction of propagation. That means they are transverse in nature. ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഇ കൊണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ബി കൊണ്ടുമാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എഴുതുമ്പോൾ നിങ്ങളത് മുഴുവനായിട്ട് തന്നെ എഴുതുക, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് തന്നെ എഴുതുക. തേർഡ് പ്രോപ്പർട്ടി, EM waves are produced by accelerating charges. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, ആക്സിലറേറ്റിംഗ് ചാർജസ് ഓർ ഓസിലേറ്റിംഗ് ചാർജസ് ആണ് EM വേവ്സിൻ്റെ സോഴ്സ്. ഫോർത്ത് വൺ, നോ മെറ്റീരിയൽ മീഡിയം ഇസ് റിക്വയർഡ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് EM വേവ്. നമുക്കറിയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണത്. നമുക്കറിയാം ലൈറ്റ് ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ല. അടുത്ത പ്രോപ്പർട്ടി, in free space speed of EM waves is given by c equal to 1/root of mu 0 epsilon 0 equal to 3 into 10 raised to 8 meter per second. In a medium the speed is 1/root of mu epsilon. ഈ ടേംസിലെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. മ്യൂ പെർമിയബിലിറ്റി ആണ്, എപ്സിലോൺ പെർമിറ്റിവിറ്റി ആണ്. നെക്സ്റ്റ് വൺ, at any instant the ratio of amplitudes of E and B gives the velocity of light. അതായത് ലൈറ്റിൻ്റെ വെലോസിറ്റി കാണാൻ പീക്ക് വാല്യൂസ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ, അതിൻ്റെ റേഷ്യോ.
അപ്പോൾ സി ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ B0 എന്ന് എഴുതാം. അപ്പോൾ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഗിവ്സ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. Next one, they are not deflected by electric and magnetic field. Then electromagnetic waves carry energy and momentum. ഇനിയും ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ അറിയണം. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ 2 ഇക്വേഷൻസ് EX അതുപോലെ BY, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ആ ഇക്വേഷൻസ് അറിയണം. അതുപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചിലപ്പോൾ ചോദിക്കാം. വേവ് വെക്റ്റർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാനോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ലെസൺ അതിൽ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക്